ശ്വാസത്തിന്റെ അത്ഭുത രഹസ്യങ്ങൾ. ഋഷിമുനിമാരും സാധുക്കളും കൊടും വെയിലത്തോ തണുപ്പത്തോ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലോ ധ്യാനം ചെയ്യുമ്പോൾ അവർ തങ്ങളുടെ ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് ശരീര താപനില ക്രമീകരിച്ചിരുന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതുകൊണ്ടുതന്നെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷം അവരെ ബാധിച്ചിരുന്നില്ല. ഇതുപോലൊരു പരീക്ഷണം സ്വാമി രാമയിലും നടന്നിരുന്നു. അദ്ദേഹം തന്റെ ഹൃദയമിടിപ്പ് നിയന്ത്രിച്ചുകൊണ്ട് ഗവേഷകരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. പിന്നീട് അദ്ദേഹം സയൻസ് ഓഫ് ബ്രത്ത് എന്ന പേരിൽ ഒരു പുസ്തകവും എഴുതി. പരമഹംസ യോഗാനന്ദനും ക്രിയായോഗത്തിൽ ശ്വാസത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം നൽകിയത്. എന്തിന് ഗൗതമബുദ്ധന് ബോധോദയം ലഭിച്ചതുപോലും ശ്വാസത്തിന്റെ സഹായത്തോടെയാണ്. അതിനെ ആനാപാനസതി എന്ന് വിളിക്കുന്നു. ഇവരെല്ലാം തങ്ങളുടെ ശ്വാസത്തെ പൂർണ്ണമായും വരുതിയിലാക്കിയവരാണ്. എല്ലാം നമ്മുടെ ശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. നമ്മൾ വെറുമൊരു ശ്വസനക്രിയയായി മാത്രം കാണുന്ന ഈ ശ്വാസത്തിന് നമ്മുടെ അസ്തിത്വവുമായി എത്ര വലിയ ബന്ധമാണുള്ളതെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ലായിരിക്കും. നമ്മുടെ ശ്വാസത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ രഹസ്യമെന്താണ്? ശരിക്കും ശ്വാസത്തെ നിയന്ത്രിച്ച് നമുക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കാൻ കഴിയുമോ? ഇന്നത്തെ വീഡിയോയിൽ നമുക്കതറിയാം. ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള ഒരേയൊരു നൂൽപ്പാലം നമ്മുടെ മൂക്കിലൂടെ ഒഴുകുന്ന ഈ ശ്വാസമാണ്. ശ്വാസമുള്ളിടത്തോളം കാലം ജീവിതമുണ്ട്. ഈ നൂൽപ്പാലം പൊട്ടുന്നതാണ് മരണം. ഭക്ഷണമില്ലാതെ നിങ്ങൾക്ക് കുറച്ചു ദിവസം ജീവിക്കാം, വെള്ളമില്ലാതെയും കുറച്ചു ദിവസം പിടിച്ചു നിൽക്കാം. എന്നാൽ ശ്വാസമില്ലാതെ ഒരു ദിവസമല്ല, ഏതാനും മിനിറ്റുകൾ പോലും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഒരു ശരാശരി മനുഷ്യൻ ഒരു ദിവസം 21,600 തവണ ശ്വാസമെടുക്കുന്നുണ്ട്. ഇതിനർത്ഥം ഒരു ശ്വാസമെടുക്കാൻ 2 സെക്കൻഡും പുറത്തുവിടാൻ 2 സെക്കൻഡും എടുക്കുന്നു എന്നാണ്. എന്നാൽ ലോകത്തിലെ ഭൂരിഭാഗം ആളുകളും ശരിയായ രീതിയിലല്ല ശ്വസിക്കുന്നത് എന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. അതായത് നമ്മൾ ശ്വാസമെടുക്കുന്നുണ്ടെങ്കിലും അത് നെഞ്ചുവരെ മാത്രമെത്തുന്ന ആഴമില്ലാത്ത ശ്വാസമാണ്. നമ്മൾ വയറിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഡയഫ്രത്തിൽ നിന്ന് ശ്വാസമെടുക്കുന്നില്ല. നിങ്ങളുടെ ശ്വാസം വയറിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ശ്വസിക്കുന്നത് ശരിയായ രീതിയിലല്ല. ശരിയായ രീതിയിൽ ശ്വാസമെടുക്കുമ്പോൾ ഡയഫ്രം താഴേക്ക് പോകുകയും വയർ വികസിക്കുകയും വേണം. നോക്കൂ, നമ്മുടെ ശരീരത്തിൽ തലച്ചോറ് മുതൽ വയർ വരെ നീളുന്ന വേഗസ് നെർവ് എന്നൊരു നീളമുള്ള നാഡിയുണ്ട്. ഇതിനെ റിലാക്സേഷന്റെ സൂപ്പർ ഹൈവേ എന്നും വിളിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ ഉണർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാഡിയാണിത്. ഇത് നമ്മളെ സ്ട്രെസ് ഇല്ലാതെ റിലാക്സ്ഡായി ഇരിക്കാൻ സഹായിക്കുന്നു. നമ്മുടെ തൊണ്ട, ഹൃദയം, ശ്വാസകോശം, ദഹനവ്യവസ്ഥ തുടങ്ങി പല പ്രധാന അവയവങ്ങളെയും ഇത് നിയന്ത്രിക്കുന്നു. ശരീരത്തെ ശാന്തമാക്കുക, രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും നിയന്ത്രിക്കുക, ദഹനത്തെ ബാലൻസ് ചെയ്യുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ജോലി. ഈ വേഗസ് നെർവിനെ ഉണർത്താനുള്ള ഏറ്റവും ഫലപ്രദവും എളുപ്പവുമായ മാർഗം നമ്മുടെ ശ്വാസമാണ്. നമ്മൾ സാവധാനം ആഴത്തിൽ ശ്വാസമെടുക്കുമ്പോൾ ഈ വേഗസ് നെർവ് ആക്റ്റീവ് ആവുകയും അത് ശരീരത്തെ ഒരു റിലാക്സ്ഡ് മോഡിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു. എന്നാൽ വേഗത്തിലുള്ളതും ആഴമില്ലാത്തതുമായ ശ്വാസം ഈ നാഡിയെ നിർജ്ജീവമാക്കുകയും നമ്മുടെ ശരീരത്തെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക്, അതായത് ഒരു സ്ട്രെസ് നിറഞ്ഞ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു. ഇതിന്റെ അർത്ഥം ഇതാണ്: നമ്മുടെ ശ്വാസം ശരീരത്തിലെ നെർവസ് സിസ്റ്റത്തെ മാത്രമല്ല, നമ്മുടെ മൂഡിനെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്നു. ഓരോ വികാരത്തിലും ഓരോ മൂഡിലും നമ്മുടെ ശ്വാസത്തിന്റെ പാറ്റേൺ വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ ദേഷ്യത്തിലിരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ ശ്വാസം ആഴത്തിലുള്ളതും വേഗത്തിലുള്ളതുമായിരിക്കും, ശരീരം മുഴുവൻ ടെൻഷൻ നിറഞ്ഞതുപോലെ. നിങ്ങൾ സങ്കടത്തിലായിരിക്കുമ്പോൾ ശ്വാസം സാവധാനത്തിലും ഭാരമുള്ളതുമായിരിക്കും, ഉള്ളിൽ എന്തോ സമ്മർദ്ദമുള്ളതുപോലെ. എന്നാൽ നിങ്ങൾ സന്തോഷത്തിലായിരിക്കുമ്പോൾ ശ്വാസം ഭാരം കുറഞ്ഞതും താളാത്മകവുമായിരിക്കും, അതിന്റെ ഏറ്റവും സ്വാഭാവികമായ രൂപത്തിൽ. അതുപോലെ സ്നേഹത്തിലും ദുഃഖത്തിലും ഭയത്തിലുമെല്ലാം ശ്വാസത്തിന്റെ പ്രക്രിയ വ്യത്യസ്തമാണ്. എന്നാൽ എല്ലാ സാഹചര്യത്തിലും എല്ലാ നിമിഷത്തിലും നിങ്ങളുടെ ശ്വാസത്തെ ഒരുപോലെ നിലനിർത്താൻ സാധിച്ചാൽ ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് സ്വാഭാവികമായി ഇരിക്കാൻ കഴിയും. നമ്മൾ താളാത്മകമായി ശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോളിന്റെ അളവ് കുറയുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കോർട്ടിസോളിനെ സ്ട്രെസ് ഹോർമോൺ എന്നാണ് വിളിക്കുന്നത്. ഇത് കൂടുന്തോറും സ്ട്രെസ് കൂടും. എന്നാൽ ആഴത്തിലുള്ള ശ്വാസം ഇതിനെ കുറയ്ക്കുന്നു. ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം. ഒരു കാര്യം ചെയ്യൂ. അടുത്ത 30 സെക്കൻഡ് നേരത്തേക്ക് നിങ്ങൾ വളരെ വേഗത്തിൽ ശക്തിയായി ശ്വാസമെടുക്കുകയും ശക്തിയായി പുറത്തുവിടുകയും ചെയ്യൂ. എന്താണ് സംഭവിച്ചത്? കണ്ണിന് മുന്നിൽ ഇരുട്ട് കയറുന്നതുപോലെ തോന്നിയോ? അതായത് ഇത് നിങ്ങളെ ഒരു സ്ട്രെസ് നിറഞ്ഞ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. ഇനിയൊരു കാര്യം ചെയ്യൂ. അല്പം ശാന്തമായിരിക്കൂ. അടുത്ത 30 സെക്കൻഡ് നേരത്തേക്ക് സാവധാനം ആഴത്തിൽ ശ്വാസമെടുക്കൂ. റെഡി? ഇപ്പോൾ ഇത് നിങ്ങളെ വീണ്ടും ഒരു നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നോക്കൂ, ശ്വാസം എന്നത് നമ്മുടെ മൂഡിന്റെ ഒരു സീക്രട്ട് റിമോട്ട് കൺട്രോളാണ്. ഇതിന്റെ ചാനൽ മാറ്റിയാൽ നിങ്ങളുടെ മൂഡും മാറും. ശ്വാസത്തിന്റെ ഈ പ്രാധാന്യം കണക്കിലെടുത്താണ് പുരാതന കാലത്ത് ഇതിനെ പ്രാണോർജം എന്ന് വിളിച്ചിരുന്നത്. നമ്മൾ ശ്വാസമെന്നോ വായുവെന്നോ കാറ്റെന്നോ വിളിക്കുന്ന അതേ പ്രാണൻ. ഈ ശ്വാസം ഉള്ളിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതറിയാനുള്ള ഒരു ശാസ്ത്രവുമുണ്ട്. അതിനെ സ്വരവിജ്ഞാനം എന്ന് വിളിക്കുന്നു. ശ്വാസത്തിന്റെ ഈ രഹസ്യം ആദ്യമായി പറഞ്ഞത് പരമശിവനാണെന്നാണ് വിശ്വാസം. അതിനെക്കുറിച്ച് ശിവസ്വരോദയ ശാസ്ത്രം എന്നൊരു ഗ്രന്ഥം തന്നെയുണ്ട്. ശിവനും പാർവതിയും തമ്മിലുള്ള സംഭാഷണമാണത്.
ഈ സംഭാഷണം മുഴുവൻ സ്വരത്തെക്കുറിച്ച്, അതായത് നമ്മുടെ ശ്വാസത്തെക്കുറിച്ചാണ്. ആരാണോ സ്വരത്തെ മനസ്സിലാക്കിയത് അവൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ മനസ്സിലാക്കി എന്നാണ് ശിവൻ പറയുന്നത്. ഇതുവരെ നമ്മൾ ശ്വാസത്തെക്കുറിച്ച് പറഞ്ഞതെല്ലാം അടിസ്ഥാനപരമായ കാര്യങ്ങളായിരുന്നു, അതായത് ശ്വാസത്തിന്റെ അടിസ്ഥാന സ്വഭാവം. എന്നാൽ സ്വരവിജ്ഞാനം നമ്മളെ ശ്വാസത്തിന്റെ കുറച്ചുകൂടി ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ എന്താണ് ഈ സ്വരം? സ്വരത്തെ മനസ്സിലാക്കുന്നതിനു മുൻപ് നമ്മൾ നാഡികളെക്കുറിച്ച് മനസ്സിലാക്കണം. യോഗശാസ്ത്രമനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ആകെ 72,000 നാഡികളുണ്ട്. ഈ നാഡികളെന്ന് പറയുന്നത് നമ്മുടെ ഞരമ്പുകളല്ല. അതായത് ശരീരം മുറിച്ചു നോക്കിയാൽ ഈ 72,000 നാഡികളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പ്രാണോർജ്ജം അഥവാ വായു സഞ്ചരിക്കുന്നതിന് ആധ്യാത്മിക ദൃഷ്ടിയിലൂടെ കണ്ടെത്തിയ പാതകൾ അഥവാ ചാനലുകളാണിവ. ഇത് ഭൗതിക രൂപത്തിൽ കാണാൻ കഴിയില്ല. എന്നാൽ നിരന്തരമായ ധ്യാനത്തിലൂടെയും യോഗയിലൂടെയും ഈ ചാനലുകളെ അഥവാ നാഡികളെ അനുഭവിച്ചറിയാൻ സാധിക്കും. ഈ 72,000 നാഡികളിലൂടെയാണ് നമ്മുടെ ശരീരത്തിലെ പ്രാണോർജ്ജം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ 72,000 നാഡികളിൽ 10 നാഡികളെയാണ് ഏറ്റവും പ്രധാനമായി കണക്കാക്കുന്നത്. അതിൽ തന്നെ 3 നാഡികളാണ് ഏറ്റവും മുഖ്യം. അവയാണ് ഇട, പിംഗള, സുഷുമ്ന എന്നീ നാഡികൾ. ഈ 3 നാഡികളാണ് ശരീരത്തിലെ പ്രാണോർജ്ജത്തെ അഥവാ ശ്വാസത്തെ ബാലൻസ് ചെയ്യുന്നത്. ഇതൊരു ഉദാഹരണത്തിലൂടെ പറയാം. നിങ്ങളുടെ ശരീരം ഒരു മെഷീനാണെന്ന് കരുതുക. അതിൽ ഒരുപാട് വയറിങ്ങും സർക്യൂട്ടുകളുമുണ്ട്. എന്നാൽ ഈ മെഷീൻ പ്രവർത്തിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി അഥവാ പവർ ആവശ്യമാണ്. ആ പവർ മെഷീനിലേക്ക് കയറാൻ നമുക്കെന്ത് വേണം? ലളിതമായി പറഞ്ഞാൽ ഒരു പ്ലഗ് വേണം. ഈ പ്ലഗിന്റെ ജോലിയാണ് നമ്മുടെ 3 പ്രധാന നാഡികൾ ചെയ്യുന്നത്. ഈ 3 നാഡികളെയാണ് സ്വരം എന്ന് വിളിക്കുന്നത്. ഇടനാഡിയെ ചന്ദ്രസ്വരം എന്നും പിംഗളനാഡിയെ സൂര്യസ്വരം എന്നും വിളിക്കുന്നു. ശരീരത്തിലെ ഊർജ്ജത്തെ സന്തുലിതമാക്കുന്നതിൽ ഈ 3 സ്വരങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് ഇവ പ്രാണോർജ്ജത്തിന്റെ ഒരു പ്ലഗ് പോലെ പ്രവർത്തിക്കുന്നു. ഒന്ന് നെഗറ്റീവ്, ഒന്ന് പോസിറ്റീവ്, ഒന്ന് എർത്തിങ് വയർ. ഈ 3 നാഡികളാണ് ബാക്കിയുള്ള 72,000 നാഡികളെയും നിയന്ത്രിക്കുന്നത്. ഇവയുടെ ഒഴുക്കിന്റെ താളം തെറ്റിയാൽ മെഷീനിൽ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പ്രാണോർജ്ജം അഥവാ ശ്വാസവും നാഡികളും തമ്മിലുള്ള അടിസ്ഥാനം മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ ശരീരത്തിലെ ഈ 3 നാഡികൾ എത്രത്തോളം പ്രധാനമാണെന്നും മനസ്സിലായി കാണും. എന്നാൽ ഈ സ്വരങ്ങൾ ശരിയായ രീതിയിലാണോ നടക്കുന്നത് എന്നെങ്ങനെ അറിയാം? നമ്മൾ കരുതുന്നത് നമ്മൾ എപ്പോഴും 2 മൂക്കിലൂടെയും ഒരേപോലെ ശ്വാസമെടുക്കുന്നു എന്നാണ്. എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല. മിക്കപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു മൂക്കിലൂടെയായിരിക്കും കൂടുതൽ ശ്വാസമെടുക്കുന്നത്. അതായത് ഒരു മൂക്കിലൂടെയായിരിക്കും ശ്വാസത്തിന്റെ വരവും പോക്കും കൂടുതൽ. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പരിശോധിക്കാം. വീഡിയോ കാണുന്നതിനൊപ്പം ഒരു കാര്യം ചെയ്യൂ. നിങ്ങളുടെ വിരൽ മൂക്കിന് താഴെ വെച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു മൂക്കിലൂടെ നിങ്ങൾ കൂടുതൽ ശ്വാസം പുറത്തുവിടുന്നുണ്ടാകും. ഇപ്പോൾ നിങ്ങളുടെ വലതു മൂക്കിലൂടെയാണ് കൂടുതൽ ശ്വാസം പോകുന്നതെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ പിംഗളനാഡി പ്രവർത്തിക്കുന്നു എന്നാണ്. ഇനി ഇടതു മൂക്കിലൂടെയാണ് ശ്വാസം പോകുന്നതെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഇടനാഡി പ്രവർത്തിക്കുന്നു എന്നാണ്. ഇടയും പിംഗളയും പ്രാണന്റെ 2 വ്യത്യസ്ത വശങ്ങളായി പ്രവർത്തിക്കുന്നു. ഒരേ ഊർജ്ജത്തിന്റെ 2 ധ്രുവങ്ങളാണിവ. ഇടയെ ഊർജ്ജത്തിന്റെ നെഗറ്റീവ് വശമായി കണക്കാക്കുന്നു. ഇതിനെ ചന്ദ്രനാഡി എന്നും വിളിക്കുന്നു. ഇതിന്റെ സ്വഭാവം തണുപ്പാണ്. ഇത് ശരീരത്തെ ശാന്തമാക്കുന്നു. ഈ നാഡിയെ സ്ത്രീപ്രധാനം എന്നും വിളിക്കുന്നു. ആർക്കാണോ ഇടനാഡി കൂടുതൽ ആക്റ്റീവായിരിക്കുന്നത് അവർക്ക് മാനസികമായ കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ കഴിവുണ്ടാകും. അതായത് ഈ നാഡി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് മാനസികമായ ജോലികൾ നന്നായി ചെയ്യാൻ കഴിയും. അതേസമയം പിംഗള ഊർജ്ജത്തിന്റെ പോസിറ്റീവ് വശമാണ്. ഇതിനെ സൂര്യനാഡി എന്ന് വിളിക്കുന്നു. ഇതിന്റെ സ്വഭാവം ചൂടാണ്. ഇത് ശരീരത്തെ കൂടുതൽ സജീവമാക്കുന്നു. ഈ നാഡിയെ പുരുഷപ്രധാനം എന്നും വിളിക്കുന്നു. ഈ നാഡി സജീവമായിരിക്കുമ്പോൾ ശാരീരികമായ അധ്വാനം വേണ്ട കാര്യങ്ങൾ നമുക്ക് നന്നായി ചെയ്യാൻ കഴിയും. എല്ലാ സമയത്തും ശരീരത്തിന്റെ ആവശ്യാനുസരണം ഈ 2 സ്വരങ്ങളും മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ സ്വരങ്ങൾ മാറുമ്പോൾ കുറച്ച് നിമിഷത്തേക്ക് 2 മൂക്കിലൂടെയും ഒരേപോലെ ശ്വാസം വരാൻ തുടങ്ങും. ഇങ്ങനെ 2 മൂക്കിലൂടെയും ഒരേപോലെ ശ്വാസം വരുന്ന സമയത്താണ് സുഷുമ്നാഡി പ്രവർത്തിക്കുന്നത്. ഇത് വളരെ കുറച്ച് സമയത്തേക്കേ ഉണ്ടാകൂ. പക്ഷേ ആധ്യാത്മികമായി ഇത് വളരെ പ്രധാനമാണ്. 2 നാഡികളുടെയും മധ്യത്തിലൂടെ ഒഴുകുന്ന നാഡിയാണിത്. ഈ നാഡിയിലാണ് നമ്മുടെ കുണ്ടലിനി ശക്തിയും 7 ചക്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഈ നാഡി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും അന്തർമുഖരാകും, അല്ലെങ്കിൽ ഒരു അവബോധാവസ്ഥയിലെത്തും. സന്ധ്യാസമയത്താണ് സുഷുമ്ന നാഡി പ്രവർത്തിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്. ഈ നാഡി നെഗറ്റീവുമല്ല, പോസിറ്റീവുമല്ല, സ്ത്രീപ്രധാനവുമല്ല, പുരുഷപ്രധാനവുമല്ല. സുഷുമ്ന നാഡിയിൽ സ്വരം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ചക്രങ്ങൾ ഉണരാൻ തുടങ്ങുന്നു. ഈ സ്വരം നടക്കുമ്പോൾ ലൗകികമായ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ധ്യാനവും പ്രാർത്ഥനയും മാത്രം ചെയ്യണം. ഇപ്പോൾ ചോദ്യമിതാണ്, ഈ നാഡികൾ മാറുന്നത് നമ്മുടെ ശരീരത്തിൽ വല്ല മാറ്റവും ഉണ്ടാക്കുമോ? ചിലപ്പോൾ നമ്മുടെ മനസ്സ് വളരെ ക്രിയേറ്റീവും റിലാക്സ്ഡുമായിരിക്കും, ചിലപ്പോൾ വളരെ അനലിറ്റിക്കലും പ്ലാനിംഗ് മോഡിലും ആയിരിക്കും എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് യാദൃച്ഛികമല്ല. നമ്മുടെ തലച്ചോറിന്റെ ഒരു നാച്ചുറൽ സൈക്കിളാണ്. നമ്മുടെ തലച്ചോറ് 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു: റൈറ്റ് ബ്രെയിൻ, ലെഫ്റ്റ് ബ്രെയിൻ.
ഈ രണ്ട് ഭാഗങ്ങൾക്കും നമ്മുടെ ശ്വാസവുമായി നേരിട്ട് ബന്ധമുണ്ട്. നിങ്ങളുടെ വലതുമൂക്കിലൂടെയാണ് ശ്വാസം നടക്കുന്നതെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ ലെഫ്റ്റ് ബ്രെയിൻ, ഇടത് തലച്ചോറായിരിക്കും കൂടുതൽ ആക്റ്റീവ്. ലെഫ്റ്റ് ബ്രെയിനിന്റെ ജോലിയാണ് ലോജിക്കൽ ചിന്തകളും വിശകലനവും. ഭാഷ, യുക്തി, കണക്കുകൾ, വസ്തുതകൾ എന്നിവയിലാണ് ഇത് ശ്രദ്ധിക്കുന്നത്. എന്തെങ്കിലും കാര്യം പ്ലാൻ ചെയ്ത് ക്രമമായി യുക്തിപൂർവം ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ബ്രെയിൻ ആക്റ്റീവാകണം. അതായത് ഇത് നിങ്ങളെ എപ്പോഴും അലേർട്ടാക്കി വയ്ക്കുന്നു. കൂടാതെ പിംഗളനാഡി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവാകുന്നു. നമ്മൾ വെല്ലുവിളികളെയോ അപകടത്തെയോ നേരിടുമ്പോഴാണ് ഇത് ആക്റ്റീവാകുന്നത്. സ്ട്രെസ് വരുമ്പോൾ ഇത് ശരീരത്തെ അലേർട്ട് മോഡിലേക്ക് മാറ്റുന്നു. ഹൃദയമിടിപ്പ് കൂടും, ശ്വാസം വേഗത്തിലാകും, BP കൂടും, ദഹനം മെല്ലെയാകും. ശരീരം പെട്ടെന്ന് പ്രതികരിക്കാൻ വേണ്ടിയാണിത്. ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് പിംഗളനാഡിയെ സൂര്യസ്വരം അല്ലെങ്കിൽ ചൂടുള്ള സ്വഭാവമുള്ള നാഡി എന്ന് വിളിക്കുന്നതെന്ന്? ഇനി നിങ്ങളുടെ ഇടത് മൂക്കിലൂടെയാണ് ശ്വാസം നടക്കുന്നതെങ്കിൽ അപ്പോൾ നിങ്ങളുടെ റൈറ്റ് ബ്രെയിൻ, വലത് തലച്ചോറായിരിക്കും കൂടുതൽ ആക്റ്റീവ്. റൈറ്റ് ബ്രെയിനിന്റെ ജോലിയാണ് ക്രിയേറ്റിവിറ്റി, വികാരങ്ങൾ, ഇൻഡ്യൂഷൻ എന്നിവ. കാഴ്ചകൾ, സംഗീതം, കല, ഭാവന എന്നിവയിൽ ഇത് കേമനാണ്. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാനോ കഥകൾ ഉണ്ടാക്കാനോ വികാരങ്ങൾ അനുഭവിക്കാനോ താൽപ്പര്യമുണ്ടെങ്കിൽ റൈറ്റ് ബ്രെയിൻ പ്രവർത്തിക്കണം. ഇടനാഡി സജീവമാകുമ്പോൾ നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആകുന്നു. ഇത് ശരീരത്തെ ശാന്തമാക്കാനും ബാലൻസ് ചെയ്യാനും സഹായിക്കുന്നു. ശരീരത്തിന് വിശ്രമം വേണ്ടപ്പോൾ ഇത് ഊർജം സേവ് ചെയ്യുന്നു, ഹൃദയമിടിപ്പ് കുറയ്ക്കുന്നു, BP കുറയ്ക്കുന്നു, ദഹനം ശരിയാക്കുന്നു. അതുകൊണ്ടാണ് ഇടനാഡിയെ ചന്ദ്രസ്വരം അല്ലെങ്കിൽ തണുത്ത സ്വഭാവമുള്ള നാഡി എന്ന് വിളിക്കുന്നത്. ഏത് ജോലിക്ക് ഏത് സ്വരമാണ് വേണ്ടതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നാൽ നമ്മുടെ ജോലിക്കനുസരിച്ച് ഈ സ്വരങ്ങളെ മാറ്റാൻ കഴിയുമോ? ഉത്തരം അതെ എന്നാണ്. സാധാരണ 60 മുതൽ 80 മിനിറ്റ് കൂടുമ്പോൾ ഈ സ്വരങ്ങൾ തനിയെ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ യോഗികൾക്കും ദീർഘകാലമായി ധ്യാനിക്കുന്നവർക്കും ഇഷ്ടാനുസരണം ഇത് മാറ്റാൻ കഴിയും. എന്നാൽ നമുക്ക് ഇത് മാറ്റണമെങ്കിൽ ചില വഴികളുണ്ട്. നിങ്ങളുടെ ചന്ദ്രസ്വരം ഇടത് മൂക്കാണ് നടക്കുന്നതെന്നിരിക്കട്ടെ, നിങ്ങൾക്കത് സൂര്യസ്വരത്തിലേക്ക് വലത് മൂക്ക് മാറ്റണം. അതിനുള്ള ഏറ്റവും നല്ല വഴി ഇടതുവശം തിരിഞ്ഞ് അല്പനേരം കിടക്കുക എന്നതാണ്. ഇനി ചന്ദ്രസ്വരമാണ് വേണ്ടതെങ്കിൽ വലതുവശം തിരിഞ്ഞു കിടക്കുക. ആദ്യമായി ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് സമയമെടുത്തേക്കാം. ഇത് വീട്ടിലായിരിക്കുമ്പോൾ ചെയ്യാം. എന്നാൽ നിങ്ങൾ ഓഫീസിലോ പുറത്തോ ആണെങ്കിലോ? അപ്പോൾ എങ്ങനെ മാറ്റും? നിങ്ങൾ പുറത്താണെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്വരമാണോ മാറ്റേണ്ടത്? ഉദാഹരണത്തിന് സൂര്യസ്വരമാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ വലത് കൈയുടെ മുഷ്ടി ചുരുട്ടി ഇടത് കൈയുടെ കക്ഷത്തിൽ അമർത്തിവെക്കുക. ഇനി ചന്ദ്രസ്വരമാണ് വേണ്ടതെങ്കിൽ ഇടത് കൈയുടെ മുഷ്ടി വലത് കക്ഷത്തിൽ അമർത്തിവെക്കുക. കുറച്ചു കഴിയുമ്പോൾ സ്വരം മാറിക്കോളും. തുടക്കക്കാർക്ക് ഇതിന് കുറച്ച് സമയമെടുത്തേക്കാം. ഋഷിമുനിമാരുടെയോ യോഗികളുടെയോ ചിത്രങ്ങളിൽ അവർ ഒരു കൈക്ക് താങ്ങായി ഒരു വടി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതിനെ യോഗദണ്ഡം എന്ന് പറയുന്നു. അതിന്റെ ഉപയോഗം ഈ സ്വരത്തെ മാറ്റുക എന്നത് തന്നെയാണ്. ഏത് സ്വരമാണോ ഉണർത്തേണ്ടത് അതിന്റെ എതിർവശത്തുള്ള കൈയുടെ താഴെ അത് വയ്ക്കുന്നു. ശാരീരികവും മാനസികവുമായി ആരോഗ്യമുള്ളവരായിരിക്കാൻ ഈ 3 നാഡികളിലുമുള്ള തടസ്സങ്ങൾ നീക്കണം. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ജീവിതശൈലിയാണ്. ചിലർക്ക് ശാരീരിക അധ്വാനം കൂടുതലാണ്, ചിലർക്ക് മാനസിക അധ്വാനമാണ് കൂടുതൽ. ചിലർ അന്തർമുഖരാണ്, ചിലർ ബഹിർമുഖരാണ്. എല്ലാവർക്കും അവരുടേതായ ശക്തിയും ദൗർബല്യവുമുണ്ട്. ഓരോ വ്യക്തിയിലും ശ്വാസത്തിന്റെ ഏറ്റക്കുറച്ചിലുകളും സമയവും വ്യത്യസ്തമാണ്. എന്നാൽ ഏത് ജോലിയാണ് ഒരാൾക്ക് അനുയോജ്യം എന്നത് മൂക്കിലൂടെയുള്ള വായുവിന്റെ പ്രവാഹത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നാഡികളുടെ ശുദ്ധീകരണത്തിനുള്ള ഏറ്റവും മികച്ച ടെക്നിക്കാണ് നാഡീശോധന പ്രാണായാമം. ഇതിനെ അനുലോമ വിലോമം എന്നും വിളിക്കുന്നു. പ്രാണായാമം ചെയ്യുമ്പോൾ 3 ക്രിയകളുണ്ട്: പൂരകം, കുംഭകം, രേചകം. പൂരകം എന്നാൽ നിയന്ത്രിത വേഗതയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കലാണ്. അത് ഒരു താളത്തിലായിരിക്കണം. കുംഭകം എന്നാൽ ഉള്ളിലെടുത്ത ശ്വാസം കഴിവനുസരിച്ച് പിടിച്ചു നിർത്തലാണ്. ശ്വാസം ഉള്ളിൽ നിർത്തുന്നതിനെ ആന്തരിക കുംഭകം എന്നും പുറത്തുവിട്ട ശേഷം ശ്വാസമെടുക്കാതെ നിൽക്കുന്നതിനെ ബാഹ്യ കുംഭകം എന്നും പറയുന്നു. രേചകം എന്നാൽ ഉള്ളിലെടുത്ത ശ്വാസം നിയന്ത്രിത വേഗതയിൽ താളത്തോടെ പുറത്തുവിടലാണ്. ഇത് ചെയ്യേണ്ട രീതി: ആദ്യം സുഖാസനത്തിലോ പദ്മാസനത്തിലോ ഇരിക്കുക. നട്ടെല്ല് നിവർത്തിവെക്കുക. ആദ്യം ശ്വാസം മുഴുവനായും പുറത്തുവിടുക. ശേഷം വലതു കൈയുടെ പെരുവിരൽ കൊണ്ട് വലതു മൂക്ക് അടച്ചുപിടിച്ച് ഇടതു മൂക്കിലൂടെ ശ്വാസമെടുക്കുക. ശ്വാസം അല്പനേരം ഉള്ളിൽ പിടിച്ചു നിർത്തുക. ഓർക്കുക, ശ്വാസം വയറിലേക്കെടുക്കണം. വയർ വികസിക്കണം. ഇനി ഇടതു മൂക്ക് മോതിരവിരൽ കൊണ്ട് അടച്ചുപിടിച്ച് വലതു മൂക്കിലൂടെ സാവധാനം ശ്വാസം പുറത്തുവിടുക. ശേഷം അതേ വലതു മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്കെടുക്കുക. ഉള്ളിൽ പിടിച്ചു നിർത്തുക. എന്നിട്ട് വലതു മൂക്ക് പെരുവിരൽ കൊണ്ട് അടച്ച് ഇടതു മൂക്കിലൂടെ ശ്വാസം പുറത്തുവിടുക. ഇതേ പ്രക്രിയ ഇങ്ങനെ തുടരുക. ഇതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. പൂരകം, കുംഭകം, രേചകം എന്നിവയ്ക്കിടയിൽ 4 സെക്കൻഡ് സമയം ഉണ്ടായിരിക്കണം. അതായത് ശ്വാസമെടുക്കാൻ 4 സെക്കൻഡ്, ഉള്ളിൽ നിർത്താൻ 4 സെക്കൻഡ്, പുറത്തുവിടാൻ 4 സെക്കൻഡ്, പുറത്തുവിട്ട ശേഷം ശ്വാസമെടുക്കാതെ നിൽക്കാൻ 4 സെക്കൻഡ്. ഈ പ്രക്രിയ 15 മിനിറ്റ് ചെയ്യണം. ഓർക്കുക, ഇത് ചെയ്യുമ്പോൾ വയർ ഒഴിഞ്ഞിരിക്കണം.
ഇത് ശീലമായി കഴിഞ്ഞാൽ സമയം 4 അനുപാതം 7:8 എന്ന രീതിയിലേക്ക് മാറ്റാം. അതായത് എടുക്കാൻ 4 സെക്കൻഡ്, പിടിച്ചു നിർത്താൻ 7 സെക്കൻഡ്, പുറത്തുവിടാൻ 8 സെക്കൻഡ്. ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം തലച്ചോറിനാണ്. ഇത് നിങ്ങളുടെ ബ്രെയിൻ ഫോഗ് പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. ബ്രെയിൻ ഫോഗ് എന്നാൽ മാനസികമായ ഒരു മങ്ങൽ, തലച്ചോറ് ശരിയായി പ്രവർത്തിക്കാത്ത, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത, ചിന്തിക്കാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുള്ള അവസ്ഥ. കാര്യങ്ങൾ മറന്നുപോകുക, മൂഡ് മാറുക, എപ്പോഴും ക്ഷീണം തോന്നുക, ഇതെല്ലാം ഇതിന്റെ ലക്ഷണമാണ്. ഇന്നത്തെ കാലത്ത് ഇത് ആളുകളിൽ കൂടുതലായി കണ്ടുവരുന്നു. എന്നാൽ നിങ്ങൾ അനുലോമവിലോമം ദിവസവും ചെയ്യാൻ തുടങ്ങിയാൽ തലച്ചോറിൽ കൃത്യമായ അളവിൽ ഓക്സിജൻ എത്തുന്നു. അത് നിങ്ങളുടെ മെന്റൽ ക്ലാരിറ്റി കൂട്ടുന്നു, തലച്ചോറ് വേഗത്തിൽ പ്രവർത്തിക്കുന്നു, ഏകാഗ്രതയും ഓർമ്മശക്തിയും കൂടുന്നു. കൂടാതെ ഇത് നെർവസ് സിസ്റ്റത്തെ ബാലൻസ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പത്തറ്റിക്, പാരാസിമ്പത്തറ്റിക് സിസ്റ്റങ്ങളെ ഇത് സന്തുലിതമാക്കുന്നു. അതിലൂടെ സ്ട്രെസ്സും ഉത്കണ്ഠയും മാറി മനസ്സ് ശാന്തമാകുന്നു. ഇതൊരു പ്രാണായാമം മാത്രമല്ല, തലച്ചോറിനുള്ള ഒരു പ്രകൃതിദത്തമായ ഡിറ്റോക്സ് ആണ്. ഇത് നിങ്ങളെ കൂടുതൽ ആക്റ്റീവും പ്രൊഡക്റ്റീവുമാക്കുന്നു. കൂടാതെ ഇത് നമ്മുടെ 3 സ്വരങ്ങളെയും ബാലൻസ് ചെയ്യുന്നു. ഓക്സിജൻ എടുക്കാനും കാർബൺ ഡയോക്സൈഡ് കളയാനും മാത്രമുള്ള ഒരു സാധാരണ പ്രക്രിയയായി നിങ്ങൾ കാണുന്ന ഈ ശ്വാസം അതിനേക്കാൾ എത്രയോ ആഴമേറിയതും നിഗൂഢവുമാണ്. ഈ ശ്വാസമാണ് നമ്മുടെ അസ്തിത്വത്തിന്റെ വേര്. ഇതാണ് പ്രാണോർജം, ഇതാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് ഇവ 3നെയും ചേർത്ത് വയ്ക്കുന്നത് ഈ ശ്വാസമാണ്. അതുകൊണ്ട് ഒരു തവണയെങ്കിലും സ്വന്തം ശ്വാസത്തെ മനസ്സിലാക്കാനും അനുഭവിക്കാനും പഠിക്കൂ. അപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറുന്നത് കാണാം. കാരണം ശ്വാസത്തിന്മേലുള്ള നിയന്ത്രണമാണ് ആത്മനിയന്ത്രണത്തിന്റെ ആദ്യത്തെ പടി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്യുക. ശ്വാസത്തെക്കുറിച്ച് നിങ്ങൾക്കെന്തെങ്കിലും നിർദ്ദേശങ്ങളോ അനുഭവങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി.